ഹലോ ഗ്രീൻ മീഡിയസിലേക്ക് സ്വാഗതം. മലയാളികൾക്ക് ഏറെ പ്രിയപ്പെട്ട സിനിമകളാണ് ബ്ലസ്സിയുടെ സിനിമകളായി വരുന്നത്. അതിപ്പോൾ ഭ്രമരമെടുത്താലും കളിമണ്ണെടുത്താലും കാഴ്ചയെടുത്താലും ഈ വർഷം ഇറങ്ങിയ ആടുജീവിതം എടുത്താലുമൊക്കെ മലയാളിക്ക് ഒരേ വികാരം തന്നെയാണ്. എല്ലാം മികച്ച സിനിമകളാണ്, മലയാളികളുടെ ഹൃദയത്തോട് ചേർത്ത് പിടിക്കുന്ന സിനിമ. ഇവിടെ അദ്ദേഹം മമ്മൂട്ടിയെക്കുറിച്ച് വാചാലനാവുകയാണ്. വേറെയൊന്നുമല്ല, മമ്മൂട്ടി ഉള്ളത് കൊണ്ട് തന്നെയാണ് ഇന്ന് അദ്ദേഹം ഉണ്ടായിരിക്കുന്നത്. അല്ലെങ്കിൽ മമ്മൂട്ടി ഇല്ലായിരുന്നുവെങ്കിൽ ആടുജീവിതം ഉണ്ടാകുകയില്ല എന്നുള്ളത് തന്നെയാണ്. താൻ തുടക്കകാലത്ത് ഒരു സിനിമയ്ക്ക് വേണ്ടി നടന്ന സമയത്ത് ഓപ്പൺ ഡേറ്റ് തന്ന വ്യക്തിയാണ് മമ്മൂട്ടി. ഒരു തിരക്കഥ പോലുമില്ലാതെ വെറും 5 ദിവസം കൊണ്ട് ഒരു സിനിമയുടെ ഫസ്റ്റ് ഹാഫ് എഴുതിയപ്പോൾ അതൊന്ന് വായിച്ചു നോക്കാതെ തന്നെ പറഞ്ഞു, നീ കണ്ടിന്യൂ ചെയ്തു, മികച്ചതായിരിക്കുന്നു. പിന്നീട് മമ്മൂക്ക തന്നെ പറയുന്നു, അത് അവൻ മിടുക്കനാണ്, അവൻ നല്ലതായിട്ട് ചെയ്യും എന്നുള്ളത് അറിയാമായിരുന്നു എന്നുള്ള കാര്യങ്ങളുമൊക്കെ. വെറും 5 ദിവസത്തെ ഒരു എഴുത്തിലൂടെ അതിൻ്റെ ബാക്കി കണ്ടിന്യൂ ചെയ്യാനും ഓപ്പൺ ഡേറ്റ് കൊടുക്കുകയും എന്നിട്ട് കാഴ്ച എന്ന നമ്മളെ ഞെട്ടിച്ച സിനിമ ഉണ്ടാവുകയും ചെയ്ത ഒരു കാര്യം. അതിൽ നിന്നാണ് ഭ്രമരമുണ്ടായത്, അതിൽ നിന്നാണ് പിന്നീട് അങ്ങോട്ടുള്ള ഓരോ സിനിമയും ഉണ്ടായത് എന്നാണ് പറയുന്നത്. അതെ, മമ്മൂട്ടി വഴി വെട്ടിക്കൊടുത്ത വഴിയിലൂടെ തന്നെയാണ് ബ്ലസ്സി സഞ്ചരിച്ചത്. അതുകൊണ്ട് തന്നെ മലയാളിക്ക് ഏറ്റവും മികച്ച ഒരു സംവിധായകനെ കിട്ടുന്നു. ഇന്ന് മലയാളത്തിൻ്റെ ഏറ്റവും വലിയ പണംവാരി ചിത്രങ്ങളുടെ പട്ടികയിൽ നിൽക്കുന്ന ഒരു സിനിമ തന്നെയാണ് ആടുജീവിതം. 160 കോടിയോളം നേടിയ ആ ഒരു സിനിമ 160 കോടി നേടുക മാത്രമല്ല, മനുഷ്യ ഹൃദയങ്ങളിലേക്ക് വല്ലാതെ അടുപ്പിച്ച സിനിമയാണ്. വെറുതെ എന്തെങ്കിലും കാണിച്ച് വെച്ച് തട്ടുപൊളിപ്പലിലൂടെ കാലങ്ങൾ കഴിയുമ്പോൾ ഇതിനൊക്കെയാണോ 100 കോടി കിട്ടിയെന്ന് ആൾക്കാരെ കൊണ്ട് പറയിപ്പിക്കാതെ കാലങ്ങളോളമുള്ള ഒരു ക്ലാസിക്കാണ് ബ്ലസ്സി കൊണ്ടുവന്നത്. അതിപ്പോൾ ബ്ലസ്സിയുടെ ഏത് സിനിമ എടുത്താലും നമുക്ക് കാണാൻ കഴിയുന്നത് ആ രീതിയിൽ തന്നെയാണ് എന്നുള്ളത്. ഇവിടെ ബ്ലസ്സി ആ ഒരു കാര്യത്തിൽ വാചാലനാവുന്നു. മമ്മൂക്കയാണ് തനിക്ക് വഴി തുറന്നു തന്നത്. ഓപ്പണായിട്ട് ഡേറ്റ് തരികയും ഒരു വരി പോലും എഴുതാതെ തന്നയ്ക്ക് എഴുതാനുള്ള പ്രചോദനം നൽകുകയും തന്നെക്കൊണ്ട് എഴുതാൻ കഴിയില്ല എന്ന് കരുതിയെടുത്ത് നിനക്ക് എഴുതാൻ കഴിയുമെന്ന് പറയുകയും അങ്ങനെ എഴുതിപ്പിക്കുകയും ചെയ്ത വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ പറയുന്നു, മമ്മൂക്ക തന്നതാണ് ഈ ഒരു അവസാനം ഇറങ്ങിയ സിനിമ പോലും എന്നാണ് അദ്ദേഹം പറയുന്നത്. ആടുജീവിതം ഉണ്ടാകാൻ പോലുമുള്ള കാര്യം, അല്ലെങ്കിൽ ആടുജീവിതം കഴിഞ്ഞിട്ടുള്ള സിനിമ ഉണ്ടാകാനുള്ള കാര്യവും അത് മമ്മൂട്ടി തന്നെയാണ്. നമ്മുടെ വീഡിയോസ് ഇഷ്ടമെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്ത് തരണം. ഗ്രീൻ മീഡിയ.